എൻ്റെ അച്ഛനൊക്കെ മഴ പെയ്താൽ ചോരാത്തൊരു വീട്ടിൽ ഞങ്ങൾ 4 മക്കളെ എങ്ങനെയാ കിടത്തി ഉറക്കിയാന്ന് ഒരു പ്രതീക്ഷക്കാണ് അച്ഛൻ പഠിച്ചത്. അതിനാ ഞങ്ങളെ പഠിപ്പിച്ചത്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭക്ഷണമുണ്ട്, നല്ല വസ്ത്രമുണ്ട്, നല്ല വീടുണ്ട്, നല്ല പാർപ്പിടമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എന്തിനാ പഠിക്കുന്നത്? സർക്കാർ ജോലി കിട്ടാനോ? എന്നിട്ടോ വേറെ ആൾക്ക് കൊടുക്കേണ്ട ക്ഷേമ പെൻഷൻ വാങ്ങിയായിരിക്കാനോ? എന്തിനാ? ഈ സർക്കാർ ജോലിയാണോ IT ആണോ ലക്ഷ്യം? അല്ല. സത്യത്തിന്റെ അങ്ങേ തലക്കലോളം പോകാൻ മനസ്സ് നിരന്തരം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ, അധിയാപനം. കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് നമ്മുടെ ബുദ്ധിയെ അന്വേഷണാത്മകമായി ചോദ്യങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ബുദ്ധിയെ വളർത്തിയെടുക്കുന്നതിൽ നമ്മുടെ രാജ്യം പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് രാമായണവും മഹാഭാരതവും ഒക്കെ എഴുതിയ നാട്ടിൽ നോബൽ സമ്മാനം പ്രഖ്യാപിക്കുമ്പോൾ പണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഗീതാഞ്ജലി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന് രവീന്ദ്രനാഥ ടാഗോറിന് കിട്ടിയ നോബൽ സമ്മാനം അല്ലാതെ പിന്നെ ഒരൊറ്റ ഇന്ത്യക്ക് കിട്ടിയിട്ടില്ല. എന്തേ? നമ്മുടെ ലക്ഷ്യങ്ങൾ പരിമിതമാണ്, താവട്ടത്തിനുള്ളിലാണ്. നമുക്ക് അനന്തമായി എക്സ്പ്ലോർ ചെയ്യുന്ന ബുദ്ധി ഉണ്ടാവണം കുട്ടികൾക്ക്.